ഹായ് ആൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, വീക്കെൻഡാണ്. ഇന്ന് ഫാസികക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് ലീവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണ് മോളിൽ നിന്ന് കറങ്ങാൻ പോകുന്നത്. ഫാസിക എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇനി വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ടൈം നമ്മളിവിടെ മോളിൽ സ്പെൻഡ് ചെയ്യണം. ഷോപ്പിംഗ് എൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്കതിൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മാള് ഞാൻ ചൂസ് ചെയ്തതും. അങ്ങനെ ഞാനിതാ ഓരോരോ ഷോപ്പിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ഇത് ഒരു മിനീസോ പോലത്തെ ഒരു ഷോപ്പാണ്. ഇത് ആക്സസറീസൊക്കെ ഇട്ട് പറ്റുന്ന ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി ഇങ്ങനെ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങി കാണണം. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കണം എന്നില്ല, ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. എന്നാൽ തന്നെ എനിക്കത് വാങ്ങിച്ച ഒരു സന്തോഷമാണ്. അപ്പോൾ വലിയ പൈസക്ക് വലിയൊരു ചിലവും കാര്യങ്ങളൊക്കെ അല്ലാതെ ഇതിൻ്റെ ഷോപ്പിങ്ങൊക്കെ അങ്ങനെ അങ്ങോട്ട് തീർന്നു കിട്ടും. ഒരുപാട് ക്യൂട്ടായിട്ടല്ലേ, എക്സൈറ്റഡ് ആയിട്ടല്ലേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ കാണുന്നത്. എന്തൊക്കെയോ കളിക്കുന്ന എന്തൊക്കെയോ സംഭവമാണ് തോന്നുന്നത്. ടോയ്സിലൊക്കെ പെട്ട എന്തൊക്കെയാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഒരു വീക്കെൻഡ് വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ജിദ്ദയിലുള്ള ആൾക്കാർക്കൊക്കെ, ജിദ്ദ എന്നല്ല സൗദി അതുപോലെ തന്നെ UAE ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമിൽ വരുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവുക, നമ്മൾ ക്യാപ്പച്ചീനൊക്കെ കഴിക്കുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ ഹേർട്ട് ഷേപ്പിലും ലീഫ് ഷേപ്പിലൊക്കെ ഓരോരോ കോഫി പൗഡർ കൊണ്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അത്. അങ്ങനെ ഒരുപാട് കൗതുകം തോന്നുന്ന കുറേ സംഭവങ്ങൾ ഈ ഒരു ഷോപ്പിലുണ്ട്. ടൈം പോകുന്നത് അറിയേയില്ല. ഷോപ്പിംഗ് എന്ന് പറയുന്നത് തന്നെ ടൈം ചിലവാക്കാനും പൈസ ചിലവാക്കാനുള്ളൊരു മാർഗം തന്നെയാണല്ലേ. ഇതൊരു കോഫി ഷോപ്പാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാളിൻ്റെ അകത്ത് വരുന്ന ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാളിൽ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഓരോരോ പെർഫ്യൂം ഷോപ്പിൽ നിന്നും ഇതുപോലത്തെ ഒരു ടെസ്റ്റർ വരും. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ആ സെയിം പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത്ര ലാസ്റ്റിങ് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് H&Mൽ കയറി. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും നല്ല രീതിക്ക് തന്നെ ഓഫേഴ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ടൈമാണിത്. പിന്നെ ഇന്ന് മോളിലാണെന്നുണ്ടെങ്കിലും പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ കടകളിലും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സെയിൽ നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ സാലറി ഇറങ്ങിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊരു ഗെയിമിങ് ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. ഏകദേശം എല്ലാ മോളിലും ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, കുട്ടികളെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഔട്ട്സൈഡ് പോകാൻ പറ്റാത്ത ടൈമിൽ ഇൻഡോർ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടെ ഒന്നും തിരക്കും കാര്യങ്ങളേ ഇല്ല, കാരണം എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ പോയിൻറ്റിലൊന്ന് കയറി. സെൻറ്റർ പോയിൻറ്റിൽ കയറിയാൽ അവിടുത്തെ ഡ്രസ്സിനേക്കാളിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഹോം വെയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അവിടുത്തെ ആക്സസറീസൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. സെൻറ്റർ പോയിൻറ്റിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കംഫർട്ടറൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ടൈം. നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഞാൻ നിങ്ങളോട് നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഷോപ്പ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും വുമൻസിനാവട്ടെ, മെൻസിനാവട്ടെ, കിഡ്സിനാവട്ടെ, സ്പോർട്സിൻ്റെ സെക്ഷൻസും ഉണ്ട്, അല്ലാത്ത നോർമൽ വിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഷൂ ആവട്ടെ, സാൻഡൽസ് ആവട്ടെ, അതിലും ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളും ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പ്യൂമ, അഡിഡാസ്, അതുപോലെ തന്നെ സ്കെച്ചേഴ്സ്, റീബോക്ക്, അങ്ങനത്തെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെയാണ്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഗുച്ചിൻ്റെ സാധനമാവട്ടെ എല്ലാം ഉണ്ട്. ഈ ഷോപ്പിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ റേറ്റിന് ഈ റീബോക്കിൻ്റെ ഷൂ ഒക്കെ വെറും 129 റിയാലിനാണ് നമുക്ക് കിട്ടുന്നത്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ഇത്രയും പ്രൈസ് കുറവിൽ കിട്ടില്ല. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ബ്രാൻഡഡ് സാധനമാവും വേണം എന്നാൽ ഇത്രയും പൈസ ചിലവാക്കാനും മടിയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ബാഗ് ആവട്ടെ, വലിയ ആൾക്കാർക്കുള്ള ബാഗ്, ട്രോളി, അതുപോലെ തന്നെ ഹോം അപ്ലയൻസ്, ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഷോപ്സിനെ പറ്റിയിട്ട് ചില ആൾക്കാർക്ക് അറിയുണ്ടാവും. പക്ഷേ ഞാൻ ഈ ഷോപ്പ് ശ്രദ്ധിച്ചിട്ട് അധികം അയച്ചില്ല. ഞാൻ യുവാക് മാളിൽ പോയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അവിടെയും ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. യുവാക് മാളിൽ മാത്രമല്ല, അറബ് മാളിലുണ്ട്, അസീസ് മാളിലുണ്ട്, അതുപോലെ തന്നെ സലാം മാളിലും, യാസ്മിൻ മാളിലും, അന്തല്ലൂസ് മാളിലും, വില്ലേജ് മാളിലൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്. അല്ലാതെ ഇതിൻ്റേതായിട്ടുള്ള ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും മാത്രമായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ സാധാരണ നോർമൽ ഒരു ഷൂ വാങ്ങിക്കുന്ന പ്രൈസിൽ തന്നെയാണ് നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂ ആവട്ടെ, ബാഗ് ആവട്ടെ, ഡ്രസ്സ് ആവട്ടെ എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ സൗദിയിൽ, UAE ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഷോപ്പിങ്ങിൽ ഈ ഒരു ഷോപ്പ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇടാൻ കാരണം കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേരാണ് ബ്രാൻഡ്സ് ഫോർ ലെസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. കുറഞ്ഞ പൈസക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ല. അങ്ങനെ ഫാസിക്കാൻ്റെ കോൾ വന്ന് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മോളിൻ്റെ പുറത്തിറങ്ങി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിന്ന് ഫുഡ് കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാസിക്ക് ഓൾറെഡി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ താസജിലാണ് വന്നിട്ടുള്ളത്. ക്രിസ്പി ബർഗർ മീലാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ക്രിസ്പി ബർഗറും വരുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്കും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതിന് 20 റിയാലാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 20 റിയാലിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി വൈസ് അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിസ്പി ബർഗർ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇനി താസജ് പോകുമ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ക്രിസ്പി ബർഗർ മാത്രം കിട്ടും. അതിന് 12 റിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബർഗർ മാത്രമേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും